നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തി. ഇതേ തുടർന്ന് ഗോവയിൽ മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ച് ഊഹാപോഹങ്ങൾ പരന്നു. ഗോവയിലെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതും ഖനന മേഖലയിലെ സംഭവവികാസങ്ങളും ഉൾപ്പെടെ നിരവധി പ്രധാന വിഷയങ്ങൾ അറിയിച്ചതായി സാവന്ത് പറഞ്ഞു. ഭരണപരവും വികസനപരവുമായ സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഷായുടെ മാർഗനിർദ്ദേശം മുഖ്യമന്ത്രി തേടി. മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന്റെ ഡൽഹി സന്ദർശനത്തിന്റെ ഭാഗമായി റെയിൽവേ മന്ത്രിയായ അശ്വിനി വൈഷ്ണവുമായി ചൊവ്വാഴ്ച കൂടിക്കാഴ്ച നടത്തി. റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം, കൂടുതൽ വേഗതയേറിയ ട്രെയിനുകളുടെ ആവശ്യകത, പെർനെമും ക്യാനക്കോണയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി ഫാസ്റ്റ് ട്രെയിനിന്റെ ആവശ്യകതയെക്കുറിച്ചും പറഞ്ഞു. നോർത്ത് ഗോവയിലെ പിലേനിൽ മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിൽ കയറി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി 24 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന കേസിൽ മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങളുടെയും പണത്തിന്റെ ഒരു ഭാഗം പൊർവോറിം പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞു. സാങ്കേതിക തെളിവുകളും CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞത്. പൊർവോറിം പോലീസിന്റെ സഹായത്തോടുകൂടി 5 പേരെ അറസ്റ്റ് ചെയ്യുകയും മപ്സ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അവരിൽ 3 പേരെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ വിടുകയും 2 പേരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അഗോഡ ടർട്ടിൽ കേന്ദ്രത്തിലെ അനധികൃത നിർമ്മാണങ്ങൾ നടക്കുന്നതായി ആരോപിച്ച് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ 67 കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ സീൽ ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഒലീവ് റിഡ്ലി കടലാമകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സെൻസിറ്റീവ് വിഷയമാണെന്ന് അഡ്വക്കേറ്റ് ജനറൽ ദേവിദാസ് പങ്ക പറഞ്ഞു. ഒലീവ് റിഡ്ലിയുടെ മുട്ടയിടൽ കാലം മെയ് മാസത്തിൽ അവസാനിക്കും. ഏപ്രിലിൽ നടക്കുന്ന 8ാമത് സാമ്പത്തിക സെൻസസ് ഗോവയിൽ ആദ്യമായി ഡിജിറ്റലായി നടത്തും. ഒക്ടോബർ വരെ നീണ്ടുനിൽക്കുന്ന സെൻസസിന്റെ നടത്തിപ്പിനായി സംസ്ഥാന സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ജില്ലാ കളക്ടർമാരെ ചാർജ് ഓഫീസർമാരായി നിയമിച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇറാനിയൻ ചാർട്ടർ ടൂറിസ്റ്റുകളെ ഗോവ സ്വാഗതം ചെയ്തു. ചൊവ്വാഴ്ച രാത്രി 280 പേരാണ് എത്തിയത്. മാർച്ച് 19 മുതൽ 24 വരെയും മാർച്ച് 24 മുതൽ 30 വരെയും മാർച്ച് 30 മുതൽ ഏപ്രിൽ 4 വരെയും എന്നിങ്ങനെ 3 വിമാന ഷെഡ്യൂളുകളാണ് കമ്പനി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.